ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അപ്പോൾ മുത്തുമണികളെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ എല്ലാവരും തമ്പനയിൽ കണ്ടപ്പോൾ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും ഇനിയിപ്പോൾ അത് ന്യൂസിൽ നുണ പറയാണോ അല്ലേ എന്നുള്ളതല്ല. അപ്പോൾ എന്താണ് ഇന്നത്തെ ഒരു വീഡിയോ? എന്താണ് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ്. കുറേ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ്. നമ്മളിപ്പോഴൊന്നും പറയില്ല, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആവാം എന്നൊക്കെ വിചാരിച്ചു. പറയില്ല വാശിയല്ല കേട്ടോ, വാശിയുടെ കൊണ്ടല്ല, അതിൻ്റെ ഒരു സാഹചര്യം ആവട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ എന്തോ അതിനൊരു സാഹചര്യം ഒന്നും നമ്മളെ പ്രേക്ഷകർ നമുക്ക് തരൂല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത് അങ്ങനെയാണ് അല്ലേ. അപ്പോൾ എന്തായാലും സന്തോഷം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നാൽ അതിൽ ഇടങ്ങേറുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടങ്ങേറ് എന്നുള്ളതല്ല, ഇതിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ചെറിയൊരു സങ്കടം അല്ലേ. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെ നടന്നു പോയിക്കോളും. അപ്പോൾ നമ്മളത് റിവീൽ ചെയ്യാണ്. നെജില ഇസ് കൺസീവ് അല്ലേ, അതിനെന്താ പറയാ, കൺസീവായി അല്ലേ. അപ്പൊ എന്റെ മൂത്ത കുട്ടിക്ക് എത്ര വയസ്സായി നിങ്ങൾ ചോദിക്കും. മൂത്ത കുട്ടി ഇങ്ങോട്ട് വാ. ഒന്നും അറിയാത്ത ഒരു പൈതല് കിടക്കുന്നുണ്ടോ മക്കളെ. എടി ഇജൊരു കുഞ്ഞിമ്മ ആവാൻ പോവാണ്, കുഞ്ഞിത്താത്ത. ഇജൊരു കുഞ്ഞിത്താത്ത ആവുകയാണ്. എത്ര പെട്ടെന്നാ ഇജൊരു കുഞ്ഞിത്താത്ത ആവാണ്. ഓള് മുട്ടുകുത്തൽ തുടങ്ങിയിട്ടുണ്ട്. നടുക്കൽ തുടങ്ങുമ്പോഴേക്കും ഓൾക്ക് അടുത്ത കൂട്ടുകാരനോ വരാൻ വേണ്ടി നിൽക്കാണ് ഗൈസ് അല്ലേ. ഞാനും എന്റെ രണ്ടാമത്തെ അനിയത്തിയും തീരെ വ്യത്യാസമില്ല, ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇങ്ങനെയല്ല, കുറച്ചുകൂടി ഒരു മാസം ഇതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പോയ വഴികളിലൂടെ അല്ല, ഇതേ എനിക്ക് ഈ പോയ അതേമാതിരി തന്നെ ഞാനും സോഫിയും ഒരു വയസ്സിന്റെ വ്യത്യാസം പോലും ഇല്ല. ഞങ്ങൾ പോയ പാതയിലൂടെ വീണ്ടും എന്റെ കുട്ടി വരികയാണ്. ഒരു കണക്കിന് നോക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മക്കളില്ലാത്തവർക്കാണ് അതിൻ്റെ വേദനകൾ എത്രത്തോളം ആഴ്ന്നിറങ്ങിയിട്ടുണ്ടാവും എന്ന് പറയാം. പക്ഷേ ഞാനിപ്പോൾ ഇനി പ്രഗ്നൻസി കാർഡ് വെച്ച് റിവീൽ ചെയ്യാനൊന്നും ഞാനില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ റിവീൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിവീൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാച്ചിട്ടായിരുന്നു. ഒരു എന്താ പറയുക, കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് ഇപ്പം തന്നെ വേണ്ട. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്, ഞാൻ അൺഎക്സ്പെക്റ്റഡ് അല്ലേ. ഓക്കെ അത് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ്. ഇവൾക്ക് അതിൻ്റെതായിട്ടുള്ള അല്ലേ കുറച്ച് ടെൻഷനും ഇതുകളൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ഇങ്ങനെ നമ്മളെ വീഡിയോസ് കാണുന്ന ആളുകൾക്ക് എന്തായാലും ഇത് ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടാവാം അല്ലേ. ഇതൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷെ ഇത് ആൾക്കാർക്ക് എന്താ വെച്ചാൽ ബാക്കി ചാനലുകാർക്ക് ഇതൊരു ആഘോഷമാക്കാൻ കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്താക്കി. എനിക്ക് ഈ സോഷ്യൽ മീഡിയനെ കുറിച്ച് നന്നായിട്ട് ഞാൻ പഠിച്ചിരിക്കണേ. എൻ്റെ കുട്ടി അവിടെ നിൽക്കൊണ്ട് ഞാൻ ബ്ലറാവും. ഇങ്ങോട്ട് വാ, നമ്മൾ ബ്ലറാവും. ബാക്കിൽ നിൽക്കണോണ്ട് ഇജ്ജ് മാത്രം ഹൈലൈറ്റ് ഉണ്ടാവുക. അതായത് ഇങ്ങനത്തെ ഒരു കൺസീവ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കിയത്. ഇന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒക്കെ ചക്കര ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ പറയാന്ന് വിചാരിച്ച് നിന്നതാണ്. പക്ഷെ അതൊക്കെ ഒന്ന് മാറട്ടെ എന്ന് വെച്ചിട്ട്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടേക്കൊന്നും നമ്മൾ എന്താക്കണില്ല. ഇനി പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ കുഴിക്കണത് മാത്രമല്ല, ഇന്നലെ തന്നെ ഇപ്പോൾ സൗഫി വന്നിട്ട് പറഞ്ഞു നിങ്ങളെ കുറിച്ചിട്ട് അഥവാ വേറെ ഏതൊക്കെയോ ചാനലിൽ എന്തൊക്കെയോ പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിൽ നടക്കുന്ന ഈ സംഭവങ്ങളാണ്. യഥാർത്ഥ സംഭവം ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്രയൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ പറയും നിങ്ങൾക്കിത് പറഞ്ഞാൽ പോലെയെന്ന്. സംഭവം ശരിയാണ്, നമുക്കിത് പറഞ്ഞാൽ തീരുന്ന ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ. ഇതിപ്പോൾ ഞാൻ അല്ല, ഗുജറാത്തിലെ കുറെ വിഷയങ്ങൾ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായ കാര്യങ്ങളാവും. നമ്മളവിടെ പോയിട്ട് ആ സംഭവം കൊല്ലത്തേക്ക് പോകാൻ വിചാരിച്ചത്. ഇനി ആ ഗുജറാത്ത് പോക്കിൽ ആകെ ഇതായിപ്പോയി. കമന്റിന്റെ മാത്രല്ല കേട്ടോ, ഫുഡും പറ്റാതെ ആകതായപ്പോ ഡോക്ടറിനെ നമ്മളെടുത്ത് പറഞ്ഞു നിങ്ങൾ യാത്ര ചെയ്യല്ലേന്ന് പറഞ്ഞോട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മൈക്ക് എടുക്കല്ലേ സുട്ടിയെ, എന്നാ ഇത് വെച്ചോ. കണ്ടോ, ഇതിന് പപ്പാന്ന് വിളിക്കാൻ വരെ ഇതാവുന്നതിന് മുന്നേ വേറൊരു കുട്ടി വരികയാണ്. എൻ്റെ കുട്ടിക്ക് പാല് കൂടി വരെ ഇപ്പം നിർത്തേണ്ടി വരും. അല്ലാ, കണ്ടോ, ഇതാണെങ്കിലോ എൻ്റെ ഒരു സുന്ദരി വാവയാണ് മക്കളെ. ഇതിൻ്റെ ഒരു സുന്ദരി വാവ. എന്നാ വാച്ച് കിട്ടിയ അവൾക്ക് സ്വർഗം കിട്ടിയ മാതിരിയാണ്. എന്നാ
എന്ത് കിട്ടിയാലും തൊള്ളയെ കൊണ്ടുപോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മൾ അതിഞ്ഞത് മറിച്ച് വെക്കുന്നില്ല, റിവീൽ ചെയ്യാണ്. അങ്ങനെ സിനു ഗർഭിണിയാണ് അല്ലേ. ഞാൻ അടുത്തൊരു ഉപ്പയാവാൻ പോകുന്നു. സിനു ഒരു രണ്ടാമത്തെ ഒരു ഉമ്മയാവാൻ പോകുന്നു. എൻ്റെ കുട്ടി ഒരു കുഞ്ഞിത്താത്ത ആവാൻ പോകുന്നു. ഉമ്മ പിന്നെ വല്യമ്മ ആവാൻ പോകുന്നു. പാപ്പാക്ക് ഈ കുട്ടീനെ കാണാൻ പറ്റി, മറ്റേ ഇനി വരുന്ന കുട്ടീനെ കാണാൻ പറ്റാണ്ടായി. അങ്ങനെ മൊത്തത്തിൽ അംഗങ്ങൾ നമ്മുടെ പെരയിൽ ഇൻഷാ അല്ലാഹ് ഒരു കേടുകൂടും കൂടാതെ തള്ളക്കും കുട്ടിക്കൊന്നും പ്രശ്നമില്ലാതെ ഈ കുട്ടിക്കും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഇവളൊക്കെ എന്താ വെച്ചാൽ പാലുകൂടി നിർത്തുമ്പോൾ ഇവളുടെ അവസ്ഥകൾ എന്താണെന്ന് നമ്മളെ മുൻകൂട്ടി കാണുന്നുണ്ട്. ഓക്കെ, നമ്മളാരും പറ്റിക്കണമെന്നോ അല്ലെങ്കിൽ ഇത് പറയാതിരിക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നത്. ഞാൻ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, എല്ലാവരും അത് ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷെ എനിക്കതിനൊന്നും ആരും സമയം തരാറില്ല എന്ന് മാത്രമാണ്. കാരണം നമുക്ക് മാത്രമാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് നമ്മൾ ഈ ഒരാണും പെണ്ണും പൊസസീവ്നെസ് അങ്ങനത്തെ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നോട് നമ്മുടെ ഫാമിലിയോട് ഭയങ്കര പോലെ അത് ചെയ്തു, പോലെ ഇത് ചെയ്തു, പോലെ അത് മറ്റേതാക്കി, പോലെ മറിച്ചതാക്കി, പോലെ അങ്ങനെ ചെയ്യാൻ പാടില്ല, പോലെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളെ ഇഷ്ടം കൊണ്ട് പറയുന്നതാവാം പലരും. പക്ഷെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി നമുക്കും നമ്മുടെ ഫാമിലിയിലുള്ളവർക്കും അത് പുറത്ത് കാക്കുന്ന ആൾക്കാർക്കും ഒരു ഭയങ്കര കളിയാക്കി ചിരികൽ മാത്രമാണ്. ഇതിപ്പോൾ ഇത്രയും ഇവള് കേൾക്കേണ്ടി വന്നത് ചിലപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഇവൾക്ക് ഇത് കേൾക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമ്മൾ നിൽക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൗഫലാക്കിയതും ഈ ഒരു കുടുംബം രക്ഷപ്പെട്ടതൊക്കെ ഒരു സോഷ്യൽ മീഡിയ വഴിയാണ്. അപ്പോൾ എനിക്കിത് അത്ര പെട്ടെന്നൊന്നും ഇട്ടെറിഞ്ഞു പോകാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം അല്ല. അപ്പോൾ അതിൽ വരുന്നത് എന്തും എനിക്ക് നേരിടാവുന്നുള്ളൂ. പക്ഷെ നമ്മൾ കൂടെ വന്ന ആൾക്കാർക്ക് അത് നേരിടണം, അത് സഹിക്കണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളിലുപരി നിങ്ങളും സന്തോഷിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് ഇനി ഇതിനെ ചൊല്ലിയിട്ട് ആ കുട്ടിക്ക് അത്ര വയസ്സല്ല ആയിട്ടുള്ളൂ, നിങ്ങൾ എന്ത് പണിയാ കാട്ടിയേ, ഇതാക്കി നിങ്ങൾ അതിനോട് ചെയ്യുന്ന ദ്രോഹമാണ്, അങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സംഭവങ്ങളൊന്നും വരണ്ട. കാരണം നമ്മൾ ഈ ഇപ്പോൾ ഉള്ള കുട്ടീനെ ഒഴിവാക്കാനൊന്നും നമ്മൾ നിൽക്കൂല. കാരണം എന്താ വെച്ചാൽ ഒരു സമയം നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അബോഷനായി പോയി, മിടിപ്പ് വസ്തുണ്ടായില്ല. അതായത് ഫസ്റ്റത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. അങ്ങനെ ഒരു അതായത് ഫസ്റ്റ് മുതലേ ഈ പിന്നെ വേറെ രസം കേട്ടോ പ്രഗ്നൻസിൽ ഇത് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറെ പാവാണ്, അതിനൊന്നും ഞാൻ പറയില്ല. ഈ കുട്ടീൻ്റെ വരട്ടടി സുറ്റിയേ കേട്ടോ, മൈക്ക് പിടിച്ചു. ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് ഇതിൻ്റെ ഉള്ളിൽ? കണക്കൊന്നും ഇറങ്ങിക്കൂടെ പോയിട്ട്? എന്നാ തൽക്കാലം നമുക്കിത് തരാം. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ. ഇനി അനക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് സിനു ഗുജറാത്ത് പോയിട്ടും എന്തുകൊണ്ട് കൊല്ലത്ത് പോയില്ല? ഭയങ്കര വിവാദമായിരുന്നു. ഞാൻ കൊല്ലത്തേക്ക് പോകാത്ത കാരണം കുറെ ആൾക്കാർ പറഞ്ഞു ദൂരെ കുട്ടീനെയും കൊണ്ട്. അപ്പോൾ ഗുജറാത്ത് പോയല്ലോ, അതായിരുന്നു മെയിൻ പ്രശ്നം. അപ്പോൾ ഗുജറാത്ത് പോകുമ്പോഴൊക്കെ നമ്മള് പ്രഗ്നന്റ് ആണ്, നമ്മൾ ഡോക്ടറോടൊന്നും ചോദിച്ചില്ല, നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ പോയി. അപ്പോൾ ഒന്നാമത് ക്ഷീണിച്ച എന്താന്ന് വെച്ചാല് ഫുഡ് അവിടെ. കാരണം അത്രയും ദിവസം നമ്മൾ ഫുഡ് കഴിക്കാതെ വയറ്റിലുണ്ട്, മോള് പാല് കുടിക്കുക, അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്തായാലും എന്തായി പോവും. എന്റെ മോൻ കണ്ടാൽ എല്ലാവർക്കും അറിയാം. അത് മാത്രല്ല നമ്മള് സേഫ്റ്റി നോക്കിയതാണ്. പിന്നെന്താ വെച്ചാൽ നിജാസിന്റെ വീട്ടിൽ നിന്ന് പിന്നെ കാറിൽ ഒരുപാട് ദൂരെ ഇരിക്കണം. നേരെ ഡയറക്റ്റ് നമ്മൾ ട്രെയിന് പോയി അവർ മുമ്പിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇപ്പൊ ചക്കര വന്നമാര് ഓൾക്കും വരാം. പക്ഷെ അവിടുന്ന് ഒരുപാട് ദൂരം ഇരിക്കണം, പിന്നെ പെട്ടി ഏറ്റണം. അത് ഒരുപാട് പിന്നെ ആ ടൈമിൽ പെട്ടി ഏറ്റുമ്പോൾ ഇനിയിപ്പോൾ കൈ വീശി നടക്കുമ്പോൾ അതിനുമ്പോൾ കേൾക്കേണ്ടി വരും. ഞാൻ അപ്പോൾ പറയും ന്യൂഫിലാണെങ്കിൽ ഇത് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ. നിങ്ങൾക്ക് നമ്മളുടെ അതായത് ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാൾക്ക് മാത്രമാണ് അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. കമന്റ് ഇടുന്ന ആളുകൾക്ക് എന്തും ഇടാം, പക്ഷെ അതിൻ്റെ ബാക്കിങ്ങിൽ വരുന്നതൊക്കെ ഞാൻ അറിയണം. കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു തോണിയാണ്, അതിനങ്ങനെ ആടി ഒലയാതെ നമ്മൾ കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാത്ത കാരണം കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് ഒരു സേഫ് സോണിലേക്ക് എത്തിയതിന് ശേഷം എല്ലാവരോടും നല്ല സന്തോഷമായിട്ട് പറയാം. ചില യൂട്യൂബേഴ്സൊക്കെ 7 മാസം കഴിഞ്ഞിട്ടൊക്കെ പറയലുണ്ടാവുക, ചിലവരിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടാണ് പറയണത്.
ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്, അതിന് അവരെ വിട്ടുകൊടുക്കണം. കാരണം അപ്പോൾ അവരെ വാപ്പയാവാനും ഉമ്മയാവാനും നിൽക്കരുത് ആരും. അവരുടെ ഇഷ്ടങ്ങളാണ്. ഇപ്പോൾ നമ്മളൊരു ദാമ്പത്യമാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും, പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും, നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും. ഒരു മനുഷ്യനാവുമ്പോൾ എല്ലാം ഉണ്ട്. നമ്മളെല്ലാം പബ്ലിക്കാക്കാനൊന്നും ആരും ആഗ്രഹിക്കില്ല. അവരുടെയൊക്കെ പേഴ്സണൽ വിഷയങ്ങളില്ലാത്ത കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ മതി. ഇതിപ്പോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന പോലെ തന്നെ നൗഫലിന് പറഞ്ഞാൽ ഞങ്ങൾ ഇതൊന്നും വിചാരിക്കൂലല്ലോ. ശരിയാണ്, നിങ്ങളെയും കുറ്റം പറയുന്നില്ല, ആരെയും കുറ്റം പറയുന്നില്ല. പറയാനുള്ളൊരു സാഹചര്യം ആയിട്ടുണ്ടായിരുന്നില്ല ഒന്ന്. പിന്നെ ഗുജറാത്തിലൊക്കെ പോകുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് മൈൻഡൊന്നും ഓളെ ശരിയുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഓള് ഉമ്മ വരാത്ത ഇഷ്ടം നിങ്ങൾ ചിത്രീകരിച്ചാണ്. ഒരാളുടെ മുഖം മാറിക്കഴിഞ്ഞാല് പെട്ടെന്ന് അയാള് കള്ളനാക്കാൻ പറ്റും നമുക്ക്. അയാൾ ചെയ്തെങ്കിൽ ചെയ്തു, അല്ലാതെ ഇപ്പൊ അയാളെ മുഖം മാറി അയാൾ ഇതാക്കി എന്ന് പറയുമ്പോൾ അത് ഉമ്മ വന്നുകൊണ്ടാണ് എന്നൊക്കെ അതിന് മാത്രമാണ് നമ്മൾ അത് പറഞ്ഞത്. ഇനിയിപ്പോ ഇവള് പ്രഗ്നന്റ് നമ്മൾ മറച്ചു വെച്ചാലും ഒരാളെ കുറിച്ച് പെട്ടെന്ന് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അതാണ് കാരണം എന്ന് പറയുമ്പോ എന്താണ് വന്നിട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് നോക്കാ പോണ വരെ ഞാൻ വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. എന്നിട്ട് പറയാം എന്താ പറഞ്ഞാൽ ഓല കണ്ട എന്നാ ഓല കണ്ടിട്ട് ഞാൻ ഇവിടുന്ന് പോയിക്കണു, ഞങ്ങൾ എത്രയോ ഒരുമിച്ച് നിൽക്കണല്ലോ. അല്ല ഇതിപ്പോ എന്താ വെച്ചാൽ ഞാനിപ്പോ ഈ ഒരു റിവ്യൂല് പെട്ടെന്ന് ആക്കാനുള്ള കാരണം ഇന്നലെ ഒരുപാട് ചെറിയ ചാനലേഴ്സ് ഓർക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ തമ്പനയിലും വെച്ചങ്ങാണ്ട് എന്തൊക്കെയോ വിളിച്ച് പറയും. നമ്മളൊന്നും തന്നെ അറിയാത്ത കാര്യങ്ങൾ, ഞങ്ങൾ തെറ്റിപ്പിരിഞ്ഞു, വിവാഹം മോചിതരായി, കുട്ടീനെ നൗഫല് കൊടുന്നു, ഓളോളെ വീട്ടിലാണ്, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണ് വരുന്നത്. നിങ്ങൾ ചിന്തിച്ചാൽ പോരെ. അപ്പൊ പിന്നെ ആൾക്കാർ പറയുന്ന കാരണം അപ്പൊ പിന്നെ ആൾക്കാർ പറയുന്ന കാരണവും അതൊക്കെയാണ്. ഓക്കെ, എന്തായാലും അതിലൊന്നും നമുക്കിപ്പോൾ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ റിവീൽ ചെയ്യേണ്ട സംഭവം നമ്മൾ എന്ത് ചെയ്തു, റിവീൽ ചെയ്തു. ഒരുപാട് റിവീൽ ചെയ്യാനുള്ള കാരണം എന്താ പറയുക, ഇനിയിപ്പോ ഏതായാലും പറഞ്ഞു വീഡിയോയിൽ നിന്ന് ഇനിയിപ്പോ ഓക്ക് എന്താ എടുത്താലും ഇനി അതിനെ ചൊല്ലിട്ട്. കാരണം ഇപ്പൊ നേരത്തെ ചക്കര ഇപ്പൊ ഈ വീട്ടിൽ ഒരു ഗർഭിണിയല്ല 2 ഗർഭിണിയാണ്. അപ്പൊ 2 ഗർഭിണിക്കും അതിൻ്റെതായിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കണം നല്ലോണം. 2 ഗർഭിണിക്കും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൾക്കൊക്കെ സെയിമാണ്. 2 ആളും ഗർഭിണിയാണ്. അപ്പൊ പിന്നെ ഇവള് പണിയെടുക്കണു, മറ്റോള് വെറുതെക്കണു, ഓള് പണിയെടുക്കണു, ഓളെ നോക്കിയില്ല. അപ്പൊ പിന്നെ എനിക്ക് ഇന്ന് പറയല്ലാതെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം നമ്മള് വിചാരിച്ചിട്ടാണ് കുറച്ച് ദിവസം ഞാൻ വരുന്നില്ല വെച്ചത്. അതായത് നമ്മളെന്താന്ന് വെച്ചാൽ എല്ലാവരും ഒരു 1000 കുടത്തിന്റെ വായ എടുക്കാം, എന്നാ ഒരു മനുഷ്യന്റെ വായ എടുക്കാൻ പറ്റൂല എന്നുള്ളതാണ് സംഭവം. ശരിയാണ്. ആര് നമ്മൾ കുറ്റം പറയുന്നതോ ഒന്നും അല്ലാട്ടോ. നിങ്ങൾ തന്നെ നിങ്ങളെ വെച്ചിട്ട് ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി എന്താണ് സംഭവം എന്നുള്ളത്. അതായത് നമ്മളിത് മറിച്ച് വെക്കുന്ന കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രൈവസി വേണമല്ലോ. കുറച്ച് കഴിഞ്ഞ്, കാരണം ഈ ഒരു കുട്ടീനെ ഞാൻ വെച്ച് ചൂഷണം ചെയ്യും, അല്ലെങ്കിൽ ഇത് വെച്ച് ചൂഷണം ചെയ്യും. നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിച്ചിട്ട് നമുക്ക് ഇതൊക്കെ കേൾക്കണം എന്നുണ്ടോ? നമ്മൾ മാത്രമേ കേൾക്കണുള്ളൂ. വേറൊരു യൂട്യൂബർമാരും ഇങ്ങനെ കേൾക്കൂല. കാരണം ഓരോന്നും അതിനനുസരിച്ച് നിൽക്കൂല. നമ്മൾ എന്ത് കേട്ടാലും പിറ്റേ ദിവസം വന്നിട്ട് സോറി കേട്ടോ, നമ്മളിത് തെറ്റ് പറ്റിയേട്ടോ. അതായത് നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മളിത് തെറ്റ് പറ്റി നമ്മളത് അംഗീകരിക്കുന്ന ആൾക്കാരെ, ബാക്കിയുള്ളവരൊന്നും അത് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാനും കുറേ യൂട്യൂബേഴ്സിനെ കണ്ടിരിക്കണേ, അവരവരുടെ ഇഷ്ടത്തിന് വീഡിയോ ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് കുറ്റങ്ങൾ മാത്രമേ കണ്ടുപിടിക്കുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആദ്യം മുതലേ നമ്മൾ അങ്ങനെ വന്നുകൊണ്ട് എല്ലാവരും നമ്മളാ ഒരു കണ്ണിൽ കാണുന്നതുകൊണ്ട് മാത്രമുള്ള സംഭവങ്ങളാണ്. ഞാൻ നേരായി കൊണ്ട് ഞാൻ വലിയതായി, ഞാൻ നേരായി, ഞാൻ പെര വെച്ചു, അവൻ്റെ ബാധ്യതകൾ തീർന്നു, ഇതൊക്കെ കിട്ടിയിട്ട് ഓൾക്കത് വേണം എന്നാ ഇതിവിടെ വെച്ചരാ, ഇതൊക്കെ കിട്ടിയിട്ടും ഓൾക്കത് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? സംസാരിക്കാം. ഹലോ പറയും. അതാണ്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാനില്ല. എന്തായാലും ഞങ്ങളിപ്പോൾ ഒരുപാട് ഹാപ്പിയിലാണ്. ഒരു കുഞ്ഞിത്താത്ത ആവാൻ പോകുന്നു, വീണ്ടും ഒരു ഉപ്പയാവാൻ പോകുന്നു. 28ാമത്തെ വയസ്സിൽ ഞാൻ 2ാമത് ഉപ്പയാവാൻ പോകുന്നു പറയുമ്പോൾ വലിയ സന്തോഷമാണ്. പിന്നെ സീനു ഒരു ഉമ്മയാവാൻ പോകുന്നു. ഒരു കുട്ടിൻ്റെ ക്ഷീണം മാറുമ്പോഴേക്കും അടുത്ത ലേബർ റൂം ഞാൻ ലേബർ റൂം പോകൂല, ഞാൻ പ്രസവം നിർത്തിക്കാം. അത് പറഞ്ഞ് നാവെടുക്കണ കുറച്ച് ദിവസമായിട്ടുള്ളൂ. എന്നിട്ട് എല്ലാരും ഒരുപോലെ ആവൂലല്ലോ. എനിക്ക് ഭയങ്കര ക്ഷീണം. 30 വയസ്സാകുമ്പോഴേക്കും ഒരു 6 കുട്ടിയൊക്കെ ആയ സെറ്റാ. ഒരു 5 കുട്ടി കേട്ടോ അല്ലേ? അതൊക്കെ ഒരു പാകമാണ്. ഒരു 5 കുട്ടി അല്ലേ സുട്ടി?
അത് എടുക്കാൻ കുടുങ്ങിക്കണ്. എന്നിട്ട് പാപ്പ ഞാൻ എടുത്തരാം എന്നാ. അതായത് ഒരു 30 ഒരു 5 കുട്ടി, അതായത് ഈ പെരയിൽ നമുക്ക് ഇത്ര റൂമുകളുണ്ട്, ഇതൊക്കെ ആൾക്കാർ വേണം കൈസ്. അതാണ് എൻ്റെ ലക്ഷ്യം. അതിൻ്റെ എത്ര പെറ്റാലും ചോയ്പല്ല കേട്ടോ. ഒരു പ്രസവത്തിൽ 2 പറ്റുമോ? ഇതിന് ഈ പ്രഗ്നൻസിയിൽ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ വലിയ ടെൻഷൻ അടിച്ചിട്ടോ അതേമാതിരി ഇവിടെ ടെൻഷൻ അടിച്ചമാതിരി ഞാൻ ഇതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല അല്ലേ. ഇവളേന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ടൈമാണ്. ഇതിന്റെ എന്തൊക്കെയാണ് ഇതിന്റെ രൂപം, ഇതിന്റെ കാട്ടിക്കൂട്ടൽ എന്നൊന്നും ഞമ്മക്ക് അറിയില്ല. അതാണ്ടോ ഇതൊക്കെയാണ് സംഭവം, കണ്ടില്ലേ നോക്കി. ഇതൊക്കെയാണ് ഇവിടുത്തെ അംഗം. രാത്രി 12 മണിക്ക് നീച്ചിരിക്കുക. ഞാൻ തിന്നല്ല സുട്ടിയെ 2 പല്ലൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഇതൊക്കെ ഞാൻ വൈകി പറയാമെന്ന് വിചാരിച്ച കാര്യം നിങ്ങളാൽ നേരത്തെ പറയാൻ എന്നെ കൊണ്ട് എന്താക്കി പ്രാപ്തനാക്കി. ഞാനത് ഇനി മറിച്ചു വെക്കുന്നില്ല. യെസ്. പിന്നെ നിങ്ങൾ വിചാരിക്കുക നമ്മൾ പോയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം അതിനുണ്ടാവും. നിങ്ങൾ വിചാരിച്ചാൽ ചിലപ്പോൾ തെറ്റിപ്പോയാലും പോകൂല, അതൊക്കെ ഉണ്ടാവും. അല്ല, കാരണങ്ങളും ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇത് വലിയ ഒരു സംഭവമാണ്. എന്റെ വീട്ടിലൊക്കെ വന്നിട്ട് ഓള് തെറ്റിപ്പോകുന്നില്ല എന്നൊക്കെ ആൾക്കാർ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പിന്നെ ഇങ്ങനത്തെ ഒരു എന്തായാലും എടുക്കാം. നമുക്കൊരു കാര്യം, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു പേഴ്സണൽ കാര്യങ്ങളും വെക്കാൻ പറ്റില്ല എന്നുള്ളത് ഷുവറായെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ അതെന്തായാലും ചോദ്യം ചെയ്യാൻ ആൾക്കാരുണ്ടാവും. നമ്മളൊരു ഫാമിലി വ്ലോഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്താ വെച്ചാൽ അതിനൊന്നും നമ്മൾ കുറ്റം പറയല്ല കേട്ടോ. നമ്മളതിൽ ഇറങ്ങുകൊണ്ടാണല്ലോ നമുക്കത് കേൾക്കുന്നത്. ഓക്കെ, ആളുകൾ പലതരം ഉണ്ടാവും. പിന്നെ നമ്മളത് അങ്ങനത്തെ ഒരു ലെവലിൽ അക്സെപ്റ്റ് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാൻ അവളോട് ഇന്നലെ രാത്രി അതാ പറഞ്ഞേ, എന്തിന് ആൾക്കാർ പറഞ്ഞു വെച്ചിട്ട് നമ്മുടെ മേത്ത് തട്ടില്ല. ഞാൻ അവളോട് പറഞ്ഞെന്താ, നമുക്ക് കുറച്ച് കാലം കൂടി ഇപ്പം ഈ പോണ പോലെയൊക്കെ പോയാൽ നമുക്കൊന്നും പാടെ സെറ്റിൽഡ് ആവാം. ഇപ്പം അലേഹ വലുതാവുന്നു, എല്ലാം ആക്കി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻവെസ്റ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ ബിസിനസ് കിഡോപ്പി തുടങ്ങി, അതുപോലെ വേറെ ബിസിനസ്സുകളുണ്ട്. അതൊക്കെ ഇപ്പോൾ ഒരു റെയിലായി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ജീവിതം ഇനി പറഞ്ഞാൽ വെറും യൂട്യൂബ് എന്ന് മാത്രം ആവാൻ പാടില്ലല്ലോ. അതിലേക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കണം, അതിൻ്റെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ നമ്മൾ പിന്നെ ഇത് ഇട്ടെറിഞ്ഞ് വിടാൻ പറ്റില്ല. ഇപ്പോൾ കിഡോപ്പി ആണെങ്കിലും എന്ത് സ്ഥാപനമാണെന്നുണ്ടെങ്കിലും ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ അല്ലാതെ ഒരു പരിപാടിയും ബിസിനസ് നടക്കണോലുണ്ട്. പക്ഷേ നമ്മൾ ഒരു സോഷ്യൽ മീഡിയ മാത്രം പ്രതീക്ഷിച്ചിട്ടുള്ള ബിസിനസ്സുകളാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിന് ഒരു വിലങ്ങുതടി ആവാൻ നിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളൊരാളുടെ തല നിന്ന് പോകുകയാണ്. അതായത് അവിടെ തെറ്റാൻ പാടില്ല, ഇവിടെ തെറ്റാൻ പാടില്ല, നമ്മുടെ പ്രേക്ഷകരെ തെറ്റിക്കാൻ പാടില്ല. വീട്ടിലെ പ്രശ്നങ്ങളാണെങ്കിൽ അതൊരു തലക്ക് കൊണ്ടുപോകണം, എല്ലാം നമ്മൾ കൊണ്ടുപോകണം. ബിസിനസ് അതിൻ്റെ രീതിക്കൊക്കെ നോക്കണം. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും ഓട്ടങ്ങളുടെ ഇടയിലാണ് വീണ്ടും കുത്തിത്തിരിപ്പുകളും കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങളും വരുന്നത്. ഇതിപ്പോൾ ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞില്ലേ, ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം നമ്മൾ മറച്ചു വെച്ചത് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയാച്ചിട്ടായിരുന്നു. അതായത് നമ്മുടെയും കൂടി പ്രൈവസിയും പിന്നെ ഇത്ര പെട്ടെന്നുള്ള പ്രഗ്നൻസി ആവുകൊണ്ടാണ്. അതൊക്കെ അപ്പൊ പിന്നെ അതുകൊണ്ടൊക്കെയാണ് അല്ലേ. ഇപ്പൊ എന്തായാലും ഞാൻ ഈ പ്രഗ്നന്റ് ആയ ടൈമിൽ തന്നെയാണ് കൊല്ലത്ത് പോയിന്. അപ്പൊ നിങ്ങള് അങ്ങനെ പറയരുത്, പോയില്ലാന്നൊന്നും. പിന്നെ ഞാൻ അതാ ഇക്കനോടാണ് ഏതായാലും ഒന്ന് പോയി, ഇനി പോൾ ഇങ്ങോട്ട് തന്നെ വരുന്നത്. ഈ ടൈമിൽ തന്നെയാണ് പോയി. അന്ന് ഭയങ്കര ക്ഷീണം. അല്ല, ഇതിന്റെ ഇടയ്ക്ക് നമ്മള് പോയി, നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പോയി വന്നു കണ്ടതൊക്കെ ആണല്ലോ. ഇനിയിപ്പോ എന്തായാലും ഗുജറാത്ത് പോക്ക് ഭയങ്കരമായിട്ട് തടിമക്കടിയേറ്റ്. ഗുജറാത്ത് പോക്ക് കുറച്ച് കഴിക്കാത്തോണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് ഫുഡ് അവിടുത്തെ കറക്റ്റ് ഫുഡ് പറ്റാത്തോണ്ടുള്ള കുറച്ച് പ്രശ്നങ്ങളാ വന്നേ. അതുകൊണ്ടാണ് ക്ഷീണായി പോയേ. പിന്നെ ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ബാംഗ്ലൂര് കുറെ നേരം നിക്കല് സ്റ്റേഷനിൽ, അതായത് എയർപോർട്ടിൽ നമ്മൾ കുറേ നേരം നിന്നിട്ടുണ്ട്. 7 മണിക്കൂർ എന്തോ ഉറങ്ങാതെ നിന്നു. അതൊക്കെ ആകെ നമുക്ക് ക്ഷീണമായി. അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് വിഷയങ്ങള്. ഗുജറാത്ത് പോയിട്ടും പോവാത്തതിന്റെ കാരണം ഇനിയിപ്പോ ഒന്നും കൂടെ എനിക്ക് പറയാനുള്ളൂ, നമ്മള് ഈ ഒരു പ്രഗ്നൻസിയിൽ ഒരുപാട് ഹാപ്പിയാണ്. കാരണം അതായത് നമുക്ക് പറയാം, പടച്ചോൻ തരുന്നത് നമുക്ക് കൈവിട്ട്. ഞാൻ പറയുകയാണ്, ഈ കുട്ടിക്ക് ഒരു 5 വയസ്സാവട്ടെ, സിനോജ ഇതിനെ ഒഴിവാക്കുക പറയുമ്പോൾ, അഥവാ അതിനെ നമ്മൾ ഒഴിവാക്കിയിട്ട് പിന്നെ അതിന് വേണ്ടി നമ്മൾ ഖേദിക്കണം ഒരുപാട് ആൾക്കാർ എൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് ഗൈസ്. കാരണം ഫസ്റ്റ് കുട്ടി വന്നു, അത് കഴിഞ്ഞിട്ട് ഇങ്ങോൾക്ക് പഠിക്കണം, അതുകൊണ്ട് ഞാൻ ആ കുട്ടീനെ ഒഴിവാക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി. പിന്നെ ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് 40 വയസ്സായി എത്രയോ കൊല്ലം കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പടച്ചോൻ തരുമ്പോൾ നമ്മളെന്താക്കുക, കൈ നീട്ടി സ്വീകരിക്കുക. പിന്നെ പഠിക്കലൊക്കെ പിന്നെയും പഠിക്കാലോ. ഒരാളുടെ പ്രശ്നം എങ്ങനെയായിരുന്നു, അതായത് എൻ്റെ ഒരു
ഫ്രണ്ട് തന്നെയാണ്. ഓൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഫസ്റ്റ് കുട്ടീനെ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ആയതാണ്. ഞങ്ങൾക്ക് ഒന്നും എൻജോയ്മെൻറ്റ് ചെയ്യാനോ ഞങ്ങൾക്കൊന്നും ടൂറ് പോകാനോ ഒന്നും പറ്റിയില്ല. പിന്നെ ഓല് ടൂറ് പോയി, ഇപ്പോൾ ഓല് ഹോസ്പിറ്റലിൽ കൂടെ നടക്കുക അടുത്തൊരു കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അതായത് അങ്ങനെയാണ് ഇവൾക്കൊരു തുണ വേണ്ടേന്ന് ആൾക്കാർ ചോദിക്കൽ തുടങ്ങും. അപ്പോൾ ഈ ഒരു കൺസീവ് ആവാത്തൊരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെന്നുണ്ടെങ്കിലും അവർക്കൊരു നമ്മുടെയൊക്കെ കൺമുന്നിലൂടെ നടന്നു പോകുന്ന സംഭവങ്ങളാണ്. നമ്മുടെയൊക്കെ കൺമുന്നിലൂടെ നടന്നു പോകുന്ന സംഭവമാണ് അവർക്കൊരു കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റൂല, ഒരു വീട്ടിലൊരു കുടുംബത്തിലൊരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പറ്റില്ല, ഒരു 4 ആൾ കൂടുന്ന പരിപാടിക്ക് അവർക്ക് പങ്കെടുക്കാൻ കഴിയില്ല. കാരണം ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ചോദ്യം ആർക്കാ കുഴപ്പമെന്നാ ചോദിക്കുക. അതായത് ഒന്നും വേണ്ട, ഒരു കുട്ടിയായി ഈ കുട്ടിക്ക് ഒരു 5 വയസ്സ് കഴിഞ്ഞോട്ടെ, അപ്പോൾ ചോദിക്കുക അടുത്തതായില്ലേന്ന്. അതാണ് നമ്മുടെ ആളുകളുടെ ഒരു മെൻറ്റാലിറ്റി അതാണ്. അപ്പോൾ അത് പറഞ്ഞതുകൊണ്ട് അവരെത്രത്തോളം വേദനിക്കുന്നുണ്ട് എന്ന് ഒരു മനുഷ്യന്മാരും ചിന്തിക്കൂല. ഇവരപ്പുറത്തെ ഒരു പറച്ചിലിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു ഫംഗ്ഷന് പോലും പങ്കെടുക്കാത്ത ആൾക്കാരുണ്ട്. ഇത് ആൾക്കാർ ചോദിക്കുമോ? ഈ കുടുംബക്കാരൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇത് ചോദിക്കാനായിട്ട് വരുന്നവരുണ്ടാവും. എല്ലാ കുടുംബക്കാരും പറയല്ല കേട്ടോ. അതറിയുന്നവർക്ക്, ഇത് റിലേറ്റ് ചെയ്യുന്നവർക്ക് എന്തായാലും റിലേറ്റീവ് ആവും. കാരണം എന്താ വെച്ചാൽ അത് അനുഭവിക്കുന്നവർക്ക് വലിയൊരു ടെൻഷനാണ് ഒരു വീട്ടിലൊരു കുടുംബത്തിലൊരു ഫങ്ഷൻ വരുന്നത്. അവർ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്താനം എന്നുള്ളതാണ്, അല്ലേ? അല്ലാതെ നിങ്ങൾക്ക് ഒരു 10 കോടി ഒരു 10 കോടി ഉറുപ്പ്യങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് ഒരു സന്താനം ഇല്ലാന്നുണ്ടെങ്കിൽ ആ 10 കോടി ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ബിറ്റുകളെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇനി ഒരു 10 കോടി കടാണെന്നുണ്ടെങ്കിൽ ബിറ്റുകളെ മുഖത്തേക്കൊക്കെ കളിയും ചിരിയും കാണുമ്പോൾ ടെൻഷനൊക്കെ മാറി കുറച്ച് ഒരു സമാധാനം. അപ്പോൾ എന്തായാലും മക്കളില്ലാത്തവർക്കൊക്കെ നല്ല സോലീഹങ്ങളായ മക്കളെ കൊടുക്കട്ടെ അല്ലാന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുക. ഇനി അഥവാ എങ്കിലും ഡിപ്രഷനിലിരിക്കുന്ന ഇതേമാതിരി പ്രഗ്നൻസി ആവാത്ത പെൺകുട്ടികളുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞ് 10-20 വർഷമായ പെൺകുട്ടികളുണ്ടെങ്കിലും നിങ്ങൾ അതുപോലെ നിങ്ങളുടെ ഒരു നേരത്തെ ചോദ്യം കൊണ്ട് അവരുടെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ ഇങ്ങനെ അത് ആലോചിച്ച് അതാണ് അവർക്കെന്താ വെച്ചാൽ പിന്നെ അവരുടെ മനസ്സിൽ നിങ്ങൾ എന്തിനാണ് നമ്മൾ ശത്രു വെക്കുന്നത്. അങ്ങനെ ഉള്ളവരാണെങ്കിൽ എന്നുണ്ടെങ്കിൽ സാരല്ലടി, അതായത് നമ്മളപ്പോൾ അവരെ ചേർത്ത് നിർത്തുക വേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള കാര്യങ്ങൾ നല്ല ട്രീറ്റ്മെന്റോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ചോദിക്കാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അവർക്ക് തന്നെ ഒരു മനസ്സിലുണ്ടാവും ഈ തള്ളപ്പോൾ ചോദിക്കോ, ഈ ചേച്ചി ഇപ്പോൾ ചോദിക്കോ, അവരിങ്ങനെ ചോദിക്കാൻ നേരത്തെ അവർക്ക് തന്നെ അത്, കാരണം അവർ ഡെയിലി ഇങ്ങനെ കേൾക്കുന്ന ആൾക്കാരാവും. അതുകൊണ്ട് അതൊക്കെ അങ്ങനെ നമുക്ക് എന്തായാലും നമ്മൾ അതിനൊന്നും മുതിരൂല. നമ്മൾ ഈ കുട്ടിനെ നമ്മൾ പ്രസവിപ്പിക്കും, അല്ലേ? ഞാനൊരാളോട് വിളിച്ചപ്പോ ഒരാളിനോട് ആദ്യം പറഞ്ഞ ഇന്നോട് നമുക്ക് അറിയാതെ എന്താ പറയാ, നമ്മളൊരു പ്ലാൻഡ് ആയിട്ടുള്ളതല്ലാത്തതുകൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഇതൊക്കെ വന്നപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് ആണ്. ആദ്യം നിങ്ങളെ വിളിച്ചത്. നിങ്ങൾ ഇവിടെ ഇല്ല, നിങ്ങൾ എവിടെയാന്ന്? ഞാൻ എവിടെയുണ്ട്. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മുടെ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി വേറെ ഇനിയിപ്പോൾ ഇത് ഉമ്മ അറിഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ ഇനി വേറെ നെക്സ്റ്റ് എല്ലാവരും അറിഞ്ഞിക്കണേ, ഇനി ഉമ്മ അറിഞ്ഞിക്കണേ, പെങ്ങന്മാരും അറിഞ്ഞിക്കണേ, എല്ലാവരും അവര് അറിഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് സംഭവങ്ങൾ ഞാൻ പറഞ്ഞു തരാം, അല്ലേ? എൻ്റെ കുട്ടീനെ ഞാനൊന്ന് ഉറക്കട്ടെ കേട്ടോ. അപ്പൊ ഗൈസ് എന്തായാലും എന്താ സിനിമ എല്ലാവരോടും പറയാനുള്ളത്? എല്ലാവരും സുഖമായിട്ട് ഡെലിവറി ഒക്കെ കഴിയാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. ആവൂല താങ്ങാന്ന് പറയണത്. അപ്പൊ പിന്നെ ഇനി ഇതിനെ ചൊല്ലിയിട്ട് ഇതാക്കണം. എനിക്ക് വേണമെങ്കിൽ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടാൽ മതി. ഞാൻ ഇനി നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാണ്ടാവില്ല വെച്ചിട്ട് ഞാൻ തോന്നി. നമുക്ക് എപ്പോഴും വരുന്ന കമന്റ് ഡിലീറ്റ് ആക്കാനൊന്നും പറ്റൂലല്ലോ. ഇനിയിപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ട് ഞാൻ വീഡിയോസ് മുന്നോട്ട് പോകാന്നുള്ള പ്ലാനും എനിക്കുണ്ട്. നമ്മളെ തകർക്കാൻ നോക്കാം. അങ്ങനെ എന്തോ ഒരു പറയാം, തളർത്താം പക്ഷെ തകർക്കാനാവൂല എന്ന്. അങ്ങനെ തകർക്കാം പക്ഷെ തളർത്താനാവൂല. നമുക്ക് ജീവനുള്ളിടത്തോളം കാലം നമ്മളാരും ചതിച്ചിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുള്ളിടത്തോളം കാലം നമ്മളിതുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളൊരു പ്ലാൻ എനിക്കുണ്ട്. ബാക്കിയുള്ളവരെ ഇഷ്ടം. എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.